വനിതാ ലോകകപ്പ് ക്രിക്കറ്റ് സെമി ഫൈനലിൽ ഓസ്ട്രേലിയക്കെതിരെ ഇന്ത്യക്ക് ഉജ്ജ്വല വിജയം. ഇന്ത്യൻ ഓൾറൗണ്ടർ ജമീമ റോഡ്രിഗസിന്റെ 115 പന്തിൽ പുറത്താകാതെ 127 റൺസ് എന്ന സെഞ്ചുറി പ്രകടനമാണ് വിജയത്തിന് അടിത്തറയായത്. ഈ പ്രകടനം ഇന്ത്യയെ ഫൈനലിലേക്ക് നയിച്ചുവെന്ന് മാത്രമല്ല, ടൂർണമെന്റിൽ ഓസ്ട്രേലിയയുടെ ആധിപത്യം തകർക്കുവാനും സാധിച്ചു. പ്ലെയർ ഓഫ് ദ മാച്ച് അവാർഡ് ലഭിച്ച ജമീമ റോഡ്രിഗസ് പോസ്റ്റ് മാച്ച് ഇന്റർവ്യൂ ആരംഭിച്ചത് തന്നെ ഇപ്രകാരം പറഞ്ഞുകൊണ്ടാണ്: ആദ്യമായി ഞാൻ യേശുക്രിസ്തുവിന് നന്ദി പറയണം. കാരണം ഇത് ഞാൻ തനിയെ ചെയ്തതല്ല, എനിക്ക് നന്നായി അറിയാം യേശു ഇന്ന് എന്നെ ബലപ്പെടുത്തുകയായിരുന്നു. സമ്മർദ്ദങ്ങൾക്കിടെ മികച്ച പ്രകടനം നൽകാൻ സാധിച്ചതിനെ കുറിച്ച് വെളിപ്പെടുത്തിയ ഒരു വൈകാരിക അഭിമുഖമായിരുന്നു ജമീമ നൽകിയത്. തനിക്കും തന്റെ പിതാവിനുമെതിരെ ഉയർന്ന മതപരിവർത്തന വിവാദങ്ങളുടെയും കേസിന്റെയും സോഷ്യൽ മീഡിയ അക്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ ജമീമയുടെ വാക്കുകൾക്ക് വലിയ മാനങ്ങളാണുള്ളത്. അവരുടെ അഭിമുഖത്തിന്റെ പൂർണ്ണ രൂപം ഈ വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്, നിങ്ങളത് കാണുക. അവരുടെ പ്രതികരണം അവരുടെ യേശുക്രിസ്തുവിലുള്ള ഉറച്ച വിശ്വാസത്തോടും തൻ്റെ കുടുംബത്തോടും തന്നെ പരിശീലിപ്പിച്ച പരിശീലകരോടും ടീം അംഗങ്ങളോടും നന്ദി പ്രകടിപ്പിക്കുന്നതുമായിരുന്നു. തന്നെ വല്ലാതെ ബാധിച്ച മാനസിക സംഘർഷങ്ങളെ കുറിച്ചും ലോകകപ്പിൽ നിന്ന് തന്നെ താൻ ഡ്രോപ്പ് ഔട്ടായി പോയതിനെ കുറിച്ചും ഒക്കെയുള്ള തുറന്നു പറച്ചിലായിരുന്നു വിജയവേദിയിലെ അവരുടെ വാക്കുകൾ. ഞാൻ എൻ്റെ അമ്മയോട്, അച്ഛനോട്, എൻ്റെ കോച്ചിനോട്, ഈ സമയം മുഴുവൻ എന്നിൽ വിശ്വാസം ഉറപ്പിച്ച ഓരോ വ്യക്തികളോടും നന്ദി പറയുന്നു. കഴിഞ്ഞ 4 മാസം വളരെ ബുദ്ധിമുട്ടേറിയതായിരുന്നു, പക്ഷെ ഇതൊരു സ്വപ്നം പോലെ തോന്നുന്നു. ഈ വിജയം എനിക്ക് ഇതുവരെ ഉൾക്കൊള്ളാനായിട്ടില്ല. ഞാൻ എന്നെക്കുറിച്ച് ചിന്തിച്ചില്ല. ഇതെനിക്കൊരു പോയിന്റ് തെളിയിക്കുവാനുള്ള കാര്യമല്ല, ഇത് ഇന്ത്യക്ക് വേണ്ടി ഈ മാച്ച് വിജയിക്കുവാനുള്ളതാണെന്ന് ഞാൻ തീരുമാനിച്ചിരുന്നു. കാരണം നമ്മൾ ചില സാഹചര്യങ്ങളിൽ ഇതുപോലെ തോറ്റിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടാകണം. നമുക്ക് മുന്നോട്ട് പോകുവാൻ ഒരു വിജയം അനിവാര്യമായിരുന്നു. ഇന്ന് എൻ്റെ ഒരു 50 അല്ലെങ്കിൽ ഒരു 100 ഇതൊന്നുമല്ല എന്നെ ചിന്തിപ്പിച്ചത്. ഇന്ത്യയെ വിജയിപ്പിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു എൻ്റെ ചിന്ത. ആദ്യമായി കഴിഞ്ഞ വർഷം ഞാൻ ഈ ലോകകപ്പിൽ നിന്ന് ഡ്രോപ്പ് ചെയ്യപ്പെട്ട വ്യക്തിയാണ്. ഈ വർഷം ഞാൻ മടങ്ങി വന്നു. ഓക്കെ, ഞാൻ ശ്രമിക്കാമെന്ന് ചിന്തിച്ചു. ഞാൻ നല്ല ഫോമിലായിരുന്നു, കൂടുതൽ റൺ എടുക്കാം. പക്ഷെ കാര്യങ്ങൾ തുടർച്ചയായി സംഭവിച്ചു കൊണ്ടേയിരുന്നു. എനിക്കൊന്നും നിയന്ത്രിക്കുവാൻ കഴിയുന്നത് പോലെ ആയിരുന്നില്ല കാര്യങ്ങൾ. എന്നെ വിശ്വസിച്ച അതിശയകരമായ ആളുകൾ എൻ്റെ ചുറ്റുമുണ്ടായിരുന്നു. ലോകകപ്പ് മത്സരങ്ങളുടെ ഇടയിൽ ഏതാണ്ട് എല്ലാ ദിവസവും ഞാൻ വല്ലാതെ കരഞ്ഞു. ഞാൻ മാനസികമായി ഒട്ടും ശരിയായ അവസ്ഥയിലായിരുന്നില്ല. വലിയ സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുന്നു. ഡ്രോപ്പ് ചെയ്യപ്പെട്ടത് എനിക്കൊരു വലിയ വെല്ലുവിളി തന്നെയായിരുന്നു. ടൂർണമെന്റിന്റെ തുടക്കത്തിൽ ഞാൻ ആങ്സൈറ്റിയോട് പോരാട്ടം നടത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഓരോ മാച്ചുകൾക്കും മുമ്പ് എൻ്റെ അമ്മയെ വിളിച്ച് കരയാറുണ്ടായിരുന്നു. അമ്മ എന്നോട് പറഞ്ഞു, വിശ്വാസത്തിൽ നിന്ന് ശക്തി ഉൾക്കൊള്ളണം. ഞാൻ ചിന്തിക്കുന്നത്, ദൈവം എല്ലാം നന്നായി കൈകാര്യം ചെയ്തു. ഞാൻ ആദ്യം എന്നിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ ശ്രമിച്ചു. ഞാൻ സ്വയം സംസാരിച്ചു കൊണ്ടേയിരുന്നു. പക്ഷേ ക്രീസിൽ അവസാനമായപ്പോഴേക്ക് ഞാൻ തളർന്നുപോയി. വല്ലാതെ ഊർജം നഷ്ടമായി. അപ്പോൾ ഒരു ബൈബിൾ വാക്യം എനിക്ക് ഓർമ്മ വന്നു. ഞാനത് ഉരുവട്ടുകൊണ്ടേയിരുന്നു. ഉറച്ചു നിൽക്കുക, ദൈവം നിനക്ക് വേണ്ടി പോരാടും. ഞാൻ അവിടെ നിന്നു. അവൻ എനിക്ക് വേണ്ടി പോരാടി. മറ്റൊരു ബൈബിൾ വാക്യം ഇപ്രകാരമുണ്ട്. ബൈബിൾ പറയുന്നു, സന്ധ്യയിങ്കൽ കരച്ചിൽ വന്ന് രാപാർക്കും, ഉഷസ്സിലോ ആനന്ദഘോഷം വരുന്നു. സങ്കീർത്തനം 30:5 ആ വേദിയിൽ ഉദ്ധരിച്ചുകൊണ്ട് ജമീമ കണ്ണുനീരോടെ ദൈവത്തിന് നന്ദി പറയുന്നു. ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും പ്രധാനപ്പെട്ട യുവ താരങ്ങളിൽ ഒരാളാണ് ജമീമ റോഡ്രിഗസ്. ബാറ്റിംഗ് മികവിനൊപ്പം തന്നെ കളിക്കളത്തിലെ ഊർജ്ജസ്വലതയാലും ആത്മീയപരമായ നിലപാടുകളാലും അവർ ശ്രദ്ധേയയാണ്. മുംബൈയിൽ നിന്നുള്ളൊരു ക്രിസ്ത്യൻ കുടുംബത്തിൽ നിന്നാണ് ജമീമ വരുന്നത്. 24 വയസ്സ് മാത്രം പ്രായമുള്ള ഈ താരം 3 ടെസ്റ്റുകളിലും 31 ഏകദിനങ്ങളിലും 104 T20 മത്സരങ്ങളിലും ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. അവരുടെ കായിക ജീവിതം ഉന്നതിയിൽ നിൽക്കുമ്പോഴാണ് പിതാവ് ഇവാൻ റോഡ്രിഗസുമായി ബന്ധപ്പെട്ട ഒരു വിവാദം പൊട്ടിപ്പുറപ്പെടുന്നത്. മുംബൈയിലെ ഏറ്റവും പഴക്കമേറിയതും അഭിമാനകരവുമായ എലൈറ്റ് സ്പോർട്ടിംഗ് ക്ലബ്ബാണ് ഖാർ ജിംഖാന. കായിക താരം എന്ന നിലയിൽ ജമീമയ്ക്ക് പ്രിവിലേജ്ഡ് മെമ്പർഷിപ്പ് അവർ നൽകിയിരുന്നു. ജമീമയുടെ പേരിലുള്ള ഓണററി അംഗത്വം ഉപയോഗിച്ചാണ് ഇവാൻ റോഡ്രിഗസ് ക്ലബിൻ്റെ സൗകര്യങ്ങൾ ഉപയോഗപ്പെടുത്തിയത്. ജമീമ റോഡ്രിഗസിന്റെ പിതാവ് പാസ്റ്റർ ഇവാൻ റോഡ്രിഗസ്
ഖാർജിംഖാനയുടെ സൗകര്യങ്ങൾ പ്രാർത്ഥനാ യോഗങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചു. പ്രാർത്ഥനാ യോഗങ്ങൾ നടത്തുന്നതിനു വേണ്ടി ഈ ക്ലബിൻ്റെ ഹാൾ അദ്ദേഹം വാടകയ്ക്കെടുക്കുകയായിരുന്നു. എന്നാൽ ഇവിടെ പ്രാർത്ഥന നടക്കുന്നതിനെക്കുറിച്ച് മനസ്സിലാക്കിയ ചില വർഗീയവാദികൾ അവിടെ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. മതപരിവർത്തനം നടത്തുന്നു എന്ന ആരോപണവുമായി അവർ രംഗത്തെത്തി. വലിയ വിവാദങ്ങളാണ് അതിനെ തുടർന്നുണ്ടായത്. പരാതികൾ ശക്തമായതിനെ തുടർന്ന് 2024 ഒക്ടോബറിൽ ജിംഖാന ക്ലബിൻ്റെ വാർഷിക പൊതുയോഗത്തിൽ എടുത്ത തീരുമാനത്തിലൂടെ ജമീമയുടെ ക്ലബിലുള്ള ഓണററി അംഗത്വം റദ്ദാക്കപ്പെട്ടു. ക്ലബിൻ്റെ നിയമ ലംഘനമെന്ന നിലയിൽ ആരംഭിച്ച ഈ സംഭവം മതം മാറ്റമെന്ന ആരോപണം ഉയർന്നതോടെ ഒരു പൊതു പ്രശ്നമായി പരിണമിക്കുകയായിരുന്നു. സാധാരണഗതിയിൽ ഇത്തരം ക്ലബ്ബുകൾ കായികവും വിനോദപരവുമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഉപയോഗിക്കുന്നത്. എന്നാൽ അതിലെ അംഗങ്ങൾക്കൊക്കെ അതിലെ ഹാളുകൾ സ്വകാര്യമായ ആവശ്യങ്ങൾക്ക് വാടകയ്ക്ക് എടുക്കുവാനുള്ള അനുമതികളുമുണ്ട്. ഈ സൗകര്യം ഉപയോഗപ്പെടുത്തിയായിരുന്നു ജമീമയുടെ പിതാവ് ഇത് വാടകയ്ക്ക് എടുത്തത്. വിവാദങ്ങൾ ശക്തമായതിനെ തുടർന്ന് ഇവാൻ റോഡ്രിഗസ് ഇൻസ്റ്റാഗ്രാമിലും മാധ്യമങ്ങളിലൂടെയും വിശദമായൊരു പ്രസ്താവന പുറപ്പെടുവിച്ചു. ആ പ്രസ്താവനയിൽ അദ്ദേഹം ഇപ്രകാരം പറഞ്ഞു: ഖാർജിംഖാനയുടെ നടപടിക്രമങ്ങൾ പാലിച്ചാണ് ഞാനിത് വാടകയ്ക്കെടുത്തത്. യോഗങ്ങൾ നിർത്തിവെക്കുവാൻ അവർ ആവശ്യപ്പെട്ടപ്പോൾ ഉടൻ തന്നെ അത് നിർത്തിവെക്കുകയും ചെയ്തു. ക്ലബിൻ്റെ നിലപാടുകളെ ഞാൻ ബഹുമാനിക്കുന്നു. അടുത്തത് മതപരിവർത്തനം എന്നുള്ള ആരോപണമാണ്. ഞാൻ ഒരിക്കലും മതപരിവർത്തനം നടത്തുവാനുള്ള ഒരു യോഗങ്ങളല്ല നടത്തിയിരുന്നത്. ഞങ്ങളുടെ ഒരു ആരാധന ഇവിടെ നടക്കുന്നു. അത് ഓപ്പണായിട്ടാണ്, ആർക്കും അതിൽ പങ്കെടുക്കാമായിരുന്നു. അതിലൊരു രഹസ്യാത്മകതയുമില്ല. അവിടെ മതപരിവർത്തന ശ്രമങ്ങളൊന്നും നടന്നിരുന്നില്ല. അദ്ദേഹം തുറന്നു പറഞ്ഞു. ഞങ്ങൾ നിയമം അനുസരിക്കുന്നവരും സത്യസന്ധരുമായ ആളുകളാണ്. ഞങ്ങളുടെ വിശ്വാസം ആർക്കും അസൗകര്യമുണ്ടാകാതെ പ്രവർത്തിക്കുവാൻ ഞങ്ങൾക്ക് കഴിയുന്നുണ്ട്. അത് അനുവദിക്കുന്നതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. തെറ്റായ ആരോപണങ്ങൾക്ക് ഞങ്ങളെ വിധേയരാക്കുന്നത് ഹൃദയഭേദകമാണ് എന്നും അദ്ദേഹം വൈകാരികമായി പ്രതികരിച്ചു. എന്നാൽ ഈ വിഷയം വെറും ക്ലബിൻ്റെ ഒരു ആഭ്യന്തര കാര്യമായി മാത്രം ഒതുങ്ങിയില്ല. മതം മാറ്റം എന്ന ആരോപണവും അതിൻ്റെ പുറകെയുള്ള കോലാഹലങ്ങളും ഉണ്ടായതുകൊണ്ട് മുംബൈ പോലീസ് ഈ വിഷയം അന്വേഷിക്കുകയും അങ്ങനെ പോലീസിൻ്റെ ഇടപെടലുകൾ ഈ കാര്യത്തിൽ ശക്തമായി ഉണ്ടാവുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇന്ത്യയിൽ മതപരിവർത്തന നിരോധന നിയമങ്ങൾ പാസാക്കുകയും മതം മാറ്റത്തിനെതിരെ ശക്തമായ നിലപാടുകൾ എടുക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടം, നിരവധി അക്രമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ ഈ വിഷയത്തിന് വലിയ സാമൂഹ്യ രാഷ്ട്രീയ മാനമുണ്ടായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ജമീമയുടെ കുടുംബം ക്രൈസ്തവ വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്നവരും ജമീമയുടെ പിതാവ് ഒരു ക്രിസ്തീയ സഭയുടെ പാസ്റ്ററുമാണ് എന്നുള്ളത് ഈ ആരോപണങ്ങൾക്ക് ശക്തി പ്രാപിക്കുവാൻ കാരണമായി തീർന്നു. ഭരണസമിതിക്ക് അവരെ ഒഴിവാക്കുകയല്ലാതെ മറ്റൊരു മാർഗമില്ലാതെയായി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. സമൂഹ മാധ്യമങ്ങളിലെ വിമർശനങ്ങളിൽ ഏറ്റവും ശ്രദ്ധേയമായത് ജമീമയെ പാകിസ്ഥാൻ്റെ ക്രിക്കറ്റ് താരം മുഹമ്മദ് റിസ്വാനുമായി താരതമ്യം ചെയ്തതാണ്. കളിക്കളത്തിലും പുറത്തും തന്നെ മതവിശ്വാസം പരസ്യമായി പ്രചരിപ്പിക്കുന്ന റിസ്വാൻ പലപ്പോഴും വിമർശനം നേരിട്ടിട്ടുണ്ട്. ഈ താരതമ്യം ഒരു ഇന്ത്യൻ ദേശീയ കായിക താരം പൊതുമണ്ഡലത്തിൽ തങ്ങളുടെ വ്യക്തിപരമായ വിശ്വാസം എങ്ങനെ പ്രകടിപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള വലിയ ചർച്ചകൾക്കും വിവാദങ്ങൾക്കും വഴി തുറക്കുന്നതായിരുന്നു. ഒരു ന്യൂനപക്ഷ സമുദായത്തിൽപ്പെട്ട കായിക താരം ഉന്നത സ്ഥാനത്തെത്തുമ്പോൾ അവരുടെ വിശ്വാസ പ്രകടനങ്ങൾ ദേശീയ മണ്ഡലത്തിൽ കൂടുതൽ സൂക്ഷ്മ പരിശോധനകൾക്ക് വിധേയമാകുന്നു എന്നുള്ളത് വളരെ നെഗറ്റീവായിട്ടുള്ള കാര്യമാണ്. അതെല്ലാം രാഷ്ട്രീയവൽക്കരിക്കപ്പെടുന്നു, വിമർശിക്കപ്പെടുന്നു എന്നുള്ളത് ഇന്ത്യ പോലെ മതേതര സ്വഭാവമുള്ള ഒരു രാജ്യത്തിന് ഗുണകരമല്ല എന്നുള്ളത് എല്ലാവരും ഓർക്കേണ്ടതുണ്ട്. കൂടാതെ ഈ വിവാദങ്ങൾ ശക്തമായതോടുകൂടെ ജമീമ നടത്തിയിട്ടുള്ള സുവിശേഷ പ്രസംഗങ്ങൾ, പല പരിപാടികളിലും അവർ തൻ്റെ സാക്ഷ്യം പറഞ്ഞിട്ടുള്ളത് ഒക്കെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായി. ട്രോളുകളും വിമർശനങ്ങളും ജമീമയുടെ കായിക പ്രകടനങ്ങളെക്കാൾ കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളെ ബന്ധപ്പെടുത്തിയതോടെ കായിക താരത്തിന് വലിയ മാനസിക സമ്മർദ്ദം നേരിടേണ്ടി വന്നു. ഈ മാനസിക സമ്മർദ്ദം അവരുടെ കരിയറിലെ ഏറ്റവും നിർണായകമായ സമയത്താണ് സംഭവിച്ചത്. അതായത് ഒരു വേൾഡ് കപ്പിന് വേണ്ടി തയ്യാറാകുന്നതിനിടയിലാണ് സംഭവിച്ചത്. അങ്ങനെയാണ് ആ സമയത്താണ് അവർ അതിൽ നിന്ന് ഡ്രോപ്പ് ഔട്ട് ആകുകയും ചെയ്യുന്നത്. ഖാർജിംഖാനയിലെ അംഗത്വം റദ്ദാക്കൽ വലിയ തോതിലുള്ള വാർത്തയായി പ്രചരിച്ചതിന് പിന്നാലെ ജമീമ റോഡ്രിഗസ് ICC വനിതാ ലോകകപ്പ് സെമി ഫൈനലിൽ ഇപ്പോൾ ഓസ്ട്രേലിയക്കെതിരെ കളിക്കുമ്പോൾ DY പാട്ടീൽ സ്റ്റേഡിയത്തിൽ നിറഞ്ഞു കവിഞ്ഞ ജനക്കൂട്ടത്തിൻ്റെ മുൻപിൽ
ഒരു കായിക താരത്തിന് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അംഗീകാരത്തോടെ ഒരു മാച്ചിനെ മുഴുവൻ സ്വന്തം തോളിലേറ്റി തൻ്റെ ടീമിനെ വിജയിപ്പിക്കുവാൻ സാധിച്ചത് ഏറ്റവും അഭിമാനകരമായ കാര്യമാണ്. ഓസ്ട്രേലിയ ഉയർത്തിയ 338 റൺസ് എന്ന കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്നാണ് അവർ വിജയം വരിച്ചത്. വനിതാ ലോകകപ്പ് ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ വിജയകരമായ റൺ ചേസ് ആയിരുന്നു ഇത്. ഈ ചരിത്ര വിജയത്തിൽ ജമീമയുടെ പങ്ക് നിർണായകമായി മാറി. അവർ 116 പന്തിൽ പുറത്താവാതെ 127 റൺസ് നേടി. 14 ഫോറുകളും 3 സിക്സറുകളും അടങ്ങുന്ന അത്യുജ്വലമായ ഒരു ഇന്നിങ്സ് ആയിരുന്നു അവർ കാഴ്ചവെച്ചത്. വിജയത്തിന് ശേഷം ജമീമ വല്ലാതെ വികാരാധീനയായി കാണപ്പെട്ടു. സെഞ്ചുറി നേടിയ ശേഷം വലിയ ആഘോഷങ്ങളൊന്നുമില്ലാതെ കണ്ണുകൾ നിറഞ്ഞുകൊണ്ടാണ് അവർ നിന്നത്. റെക്കോർഡ് ചേസിന് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോൾ അവർ വികാരാധീനയായി മാറി. തൻ്റെ കഴിഞ്ഞ 4 മാസങ്ങൾ വളരെ കഠിനമായിരുന്നുവെന്ന് തുറന്നു പറഞ്ഞു. ഈ പ്രസ്താവന ഖാർജിംഖാന വിവാദം ജമീമയുടെ മാനസികാരോഗ്യത്തെയും വ്യക്തിജീവിതത്തെയും എത്രത്തോളം ബാധിച്ചു എന്നതിൻ്റെ തെളിവായി നമുക്ക് മനസ്സിലാക്കുവാൻ പറ്റുന്നതാണ്. നവി മുംബൈയിലെ കാണികൾ തൻ്റെ ഓരോ ഓട്ടത്തിനും പ്രോത്സാഹനം നൽകിയത് തനിക്ക് വലിയ ഊർജം നൽകിയെന്നും അവർ തുറന്നു പറഞ്ഞു. താൻ തളർന്നുപോയ സന്ദർഭങ്ങളിൽ തൻ്റെ സഹതാരങ്ങളായ റിച്ചയും ദീപ്തിയും അമൽജ്യോതും ഒക്കെ തന്നെ ശക്തിയായി പിന്തുണച്ചു. അതെല്ലാം നന്ദിയോടെ അവൾ സ്മരിച്ചു. DY പാട്ടീൽ സ്റ്റേഡിയത്തിലെ ഈ പ്രകടനം ജമീമയ്ക്ക് പൊതുമണ്ഡലത്തിൽ തൻ്റെ കായിക പ്രതിഭയുടെ മേൽ വീണ കളങ്കം കഴുകിക്കളയുവാനുള്ള ഒരു അവസരമായി മാറി. അതിനാണ് ജമീമ യേശുവിനോട് നന്ദി പറഞ്ഞത്. അവൾ തൻ്റെ വിശ്വാസം ഉറച്ച് പ്രഖ്യാപിക്കുകയും ചെയ്തു. We have witnessed an all-time classic, and for the player of the match, it's one of the great innings in World Cup history. The BCCI president, Mr. Mithun Manas, will present today's Player of the Match award to India's Jemimah Rodrigues. 127 not out of 134 balls as she takes India to the World Cup final. Jemmy, it's the stuff of dreams. I can imagine there's a lot of emotion in you right now. What are your first thoughts? Firstly, I want to thank Jesus because I couldn't do this on my own. I know He carried me through today. I want to thank my mom, my dad, my coach, and every single person who just believed in me throughout this time. It was really hard these last whole month, but it just feels like a dream and it's not sunk in yet. Take your time, Jemmy. We'll get through this. You have played an absolute all-time classic. Now your team is here. I want you to just try and take us through the innings itself. So much emotion, but you also batted 3. At what point were you told you're going to be batting 3 to process that, the emotion of the stage? Take us through that. I actually didn't know I was batting at 3. I was still at 5. I was taking a shower and then the discussion was happening, so I just told them let me know. So just before entering in, I think 5 minutes before entering in, I got to know I'm batting at 3. But I didn't think about me. It was not for me to prove a point. It was just for me to win this match for India because we've always lost in crunch situations and I just wanted to be there till the end to take us through. I saw that in your 100 celebration as well, or rather your non-celebration. You were just focused on getting India over the line? Yeah, today was not about my 50 or my 100. Today was about making India win. I know I got a few chances, but I just feel that God scripted everything and at the right time when you do things with the right intention, He always blesses, and I just felt everything that happened so far was just a setup for this. You make your own luck. I won't talk about the opportunities. Yes, they were there. But take us through the emotion of what you've just said. It is your first World Cup, but it's not been an easy World Cup. In and out of the side, back at number 3 today, a different balance as well. How did you deal with all those emotions and what came out today? Yeah, firstly, last year I was dropped from this World Cup. This year I came in, I thought, okay, I'll try, and I was in good form, let's take it more. But things back to back just kept happening and I couldn't control anything. I had such amazing people around me who believed in me. I've almost cried every day throughout this tour. I was not doing well mentally, going through a lot of anxiety. Then being dropped was another challenge for me. But I think all I had to do was show up and God just took everything, care of everything. You're so brave and you're an inspiration for just speaking about it so openly, Jemmy. Through the innings though, you keep talking to yourself, you almost motivate yourself. There's a lot of messages
to the crowd as well? Just take me through what you keep telling yourself through an innings like that. Yeah, I think initially I was just playing, I just keep talking to myself. But towards the end, I was just quoting one scripture from the Bible because I had lost energy. I was very tired. I was drained. But one scripture that says, just stand still and God will fight for you. And that's what I did. I just stood there and he fought for me. Can you, I know it's only been a few minutes, but can you try and put to words what you felt when that winning moment was finally played? I think there was just a lot inside of me left. It was really hard, but I just tried to stay calm till the ball finishes. And at the end, just seeing that India win by 5 wickets, I think I couldn't stop myself. What were you telling the new batters? Because India have also fallen short when they've been ahead in chases. So it was important all that hard work leads to the result. Were you communicating with Amanjot and Richa before that? So when Haridi came, all we spoke about one good partnership. We just stand, runs are coming. But towards the end, actually, if you would have seen, I was not able to. I was trying to push myself. I'm not able to do. I told Dipti keeps speaking to me. Dipti, every ball was speaking to me and encouraging me. Then Richa came, she started lifting me up. So, I am so blessed that I have, when I cannot carry on, my teammates encourage me to carry on, and I can't take credit for anything of this. I know I've done nothing. A word for your home crowd that I'm sure kept you encouraged? Navi Mumbai has always been special for me, and I couldn't ask for anything better. I would like to thank each and every member who chanted, who shouted, who believed, who cheered. Every single time, even when I was down and out, but for every run they were cheering, it pumped me up. So thank you for everyone who came in large numbers and everyone who supported. Jemmy, we need to thank you for witnessing that innings. Jemimah Ivan Rodrigues, in your first World Cup, you've taken India to the World Cup final. Well done. Thank you.